കാർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും കാർ വാങ്ങിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. പ്രധാനമായിട്ട് നമ്പർ. ആരാണോ മേടിക്കുന്നത് അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് അയാളുടെ ബർത്ത് നമ്പർ എന്താണോ, ഭാഗ്യ നമ്പർ എന്താണോ, അത് കൂട്ടുമ്പോൾ കിട്ടുന്ന രീതിയിൽ വേണം നമ്പറുകൾ നമ്മൾ സെലക്ട് ചെയ്യാൻ. നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ അവസാനം വരുന്ന 3-4 അക്കങ്ങൾ മാത്രം കൂട്ടിയാൽ പോരാ. വരുന്ന ജില്ലയുടെ നമ്പർ ഏതാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരം ആണെങ്കിൽ കേരള കഴിഞ്ഞിട്ട് 01 വരും, ഓരോ ജില്ലയുടെ നമ്പറാകും. അതെല്ലാം നമ്മൾ കൂട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാം കൂട്ടി പിന്നെയാണ് നമ്മുടെ RTO നമ്പർ ലാസ്റ്റ് വരുന്ന 4 നമ്പർ, അതും കൂടെ കൂട്ടിയാൽ മാത്രമേ പൂർണ്ണമാകുന്നുള്ളൂ. അപ്പോൾ അത് സാധാരണ നിങ്ങൾക്ക് ചിലപ്പോൾ കൂട്ടാൻ പറ്റിയില്ല എന്ന് വരും. എന്തെങ്കിലും വിഷമം തോന്നുകയാണെങ്കിൽ വിളിക്കുക, ആ ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അത് വേണം, ചിലപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമാണ്. എന്നാൽ ഇതൊന്നുമല്ല. വാസ്തവത്തിൽ നമ്മൾ വണ്ടിയുടെ എൻജിൻ നമ്പറും ചേസിസ് നമ്പറുമാണ് നമ്മുടെ ഭാഗ്യ നമ്പർ. കാരണം അത് യാതൊരു കാരണവശാലും മാറ്റാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം ഓർക്കണം. രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് വേണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി അത് മാറ്റാവുന്നതല്ലേ ഉള്ളൂ. എന്നാൽ രജിസ്ട്രേഷൻ നമ്പരും എൻജിൻ നമ്പറും ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ അതാരും നോക്കുന്നില്ല എന്നുള്ളതാണ്. പണ്ടാണെന്നുണ്ടെങ്കിൽ വണ്ടി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പോയി വണ്ടി സെലക്ട് ചെയ്യുക, വണ്ടി എൻജിൻ നമ്പർ നമുക്ക് നോക്കാം, ചേസിസ് നമ്പർ നോക്കാം, പിന്നെ വണ്ടി മതി നമുക്ക് പറയാം, അതായിരിക്കും നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ പൈസ അടയ്ക്കുന്നു, നമ്മൾ ചെല്ലുമ്പോൾ ഒരു വണ്ടി അവിടെ രജിസ്റ്റർ ചെയ്ത് അത് നമ്മുടെ പേരിട്ടിരിക്കുന്നു, നമ്മൾ പൂജിച്ചൊക്കെ കൊണ്ടുവരും. അതാണ് നടക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എൻജിൻ നമ്പറും ചേസിസ് നമ്പറുമാണ് എന്നുള്ളത് കൂടി ഓർക്കണം. ആ നമ്പരും കൂടി നിങ്ങളുടെ ഭാഗ്യ നമ്പറിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഏത് വണ്ടിയാണെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നമ്പർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് അതുകൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KL 01 ആ ജില്ലയുടെ നമ്പർ, അല്ലെങ്കിൽ 02, 02, 24 ഇങ്ങനെയുള്ള ഓരോ ജില്ലയുടെ നമ്പരും പിന്നെ RTO നമ്പറും എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി വണ്ടി വാങ്ങിക്കുന്ന തീയതികൾ നിങ്ങളുടെ ഭാഗ്യ നമ്പറിലായിരിക്കണം. വണ്ടി പുറത്ത് ഇറക്കുന്നതും ഞാൻ നേരത്തെ ഒരു വീട് പാല് കാച്ചുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. ഒന്നുകൂടി ഞാൻ പറയുകയാണ്. അഷ്ടമി, നവമി വേണ്ട, കറുത്തവാവ് ദിവസം വേണ്ട, ചതുർത്ഥി, ചതുർദശി വേണ്ട. ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് എന്ത് വേണോ, നമുക്ക് കാറ് പുറത്തിറക്കാം. കാർ ഇറക്കുമ്പോൾ പ്രധാനമായിട്ടും വൈകിട്ട് ഒരു 4 മണിക്കൊക്കെ ഇറക്കുകയാണെങ്കിൽ ഈ ഞായറാഴ്ച ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് 4 മണി ശേഷം വണ്ടി പുറത്തിറക്കാം. പുറത്തിറക്കുമ്പോൾ ആ വണ്ടി അവിടെ നിന്നും പുറപ്പെട്ട് നേരെ കൊണ്ടുപോകേണ്ടത് ഒരു അമ്പലത്തിലാണ്. അമ്പലത്തിൽ കൊണ്ടുപോയി താക്കോൽ പൂജിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചന്ദനമൊക്കെ വാരിയൊക്കെ ഇടാം. അല്ലെങ്കിൽ പള്ളിയിലാണെന്നുണ്ടെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോയി ഒന്ന് കാണിക്കുക, അല്ലെങ്കിൽ ചർച്ചിലാണെന്നുണ്ടെങ്കിൽ ചർച്ചിൽ കൊണ്ടുപോയി കാണിക്കുക. അതിനുശേഷം നേരെ വണ്ടി എന്ത് ചെയ്യണം, നേരെ വീടിനകത്ത് കയറ്റിയിടണം. വീടിനകത്ത് കയറ്റിയിടുമ്പോൾ തിരിച്ച് കയറ്റിയിടരുത്, നേരെ കയറുന്ന രീതിയിൽ തന്നെയായിരിക്കണം നിങ്ങൾ വണ്ടി കൊണ്ടിടേണ്ടത്. പിന്നീട് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് എടുത്ത് കൊണ്ടുപോകാം. അപ്പോൾ ഫസ്റ്റ് ആദ്യം വണ്ടി കയറുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നേരെ തിരിക്കാതെ നേരെ വണ്ടി പോർട്ടുഗയിൽ കയറുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിനുശേഷം ആ വണ്ടിയും കൊണ്ട് ഒരു മരണത്തിന് പോവുകയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോവുകയോ ഒന്നും ചെയ്യേണ്ട. ഒരു നല്ലൊരു ഫംഗ്ഷൻ, ഒരു വിവാഹം അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആഘോഷങ്ങൾ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുക, അവിടത്തേക്ക് വണ്ടി കൊണ്ടുപോയതിന് ശേഷം നമ്മുടെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വണ്ടി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്.